വെള്ളാപ്പള്ളിയെ പുകഴ്ത്തിയതിൽ വിശദീകരണവുമായി മന്ത്രി വി എൻ വാസവൻ. താൻ പങ്കെടുത്ത സമയത്തല്ല വേദിയിൽ വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശമുണ്ടായത്. CPIM നേതൃത്വം വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ടെന്നും വി എൻ വാസവൻ കോട്ടയത്ത് പറഞ്ഞു. തെറ്റാണ്. ഞാനുള്ള വേദിയിലല്ല അദ്ദേഹം സംസാരിച്ചത്. ഞാൻ അവിടെ ഉദ്ഘാടനം കഴിഞ്ഞു. ഞാനും ഇവിടെ ഈടനും അപ്പോൾ തന്നെ വേദി വിട്ടു പോകുന്നു. ഞാൻ പോന്നു കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് പ്രസംഗം നടന്നത്. അതുകൊണ്ട് ആ പ്രസംഗത്തെ സംബന്ധിച്ചും പൊതുവിലുള്ള കാര്യത്തെക്കുറിച്ചും പാർട്ടി സെക്രട്ടേറിയറ്റ് ഇന്നലെ തന്നെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഞാനോട് ഉൾക്കൊള്ളുന്ന സെക്രട്ടേറിയറ്റിന്റെ സ്റ്റേറ്റ്മെന്റാണ്. വളരെ ക്ലാരിറ്റിയുള്ള സ്റ്റേറ്റ്മെന്റാണ്. നമുക്കെപ്പോഴും എല്ലായ്പ്പോഴും മതനിരപേക്ഷ നിലപാടാണ് CPIM-നുള്ളത്, ഒപ്പം ഗവൺമെന്റിനുള്ളത്. ആ മതനിരപേക്ഷ നിലപാടിനപ്പുറത്തുനിന്ന് വാകുന്നതുകൊണ്ട് നാളിതുവരെ ചിന്തിച്ചിട്ടില്ല, ഇനിയും ചിന്തിക്കുകയില്ല. നാടിന് വേണ്ടിയോ സീറ്റിന് വേണ്ടിയോ ഒന്നും മാറ്റുന്ന നയമല്ല ഗവൺമെന്റിനും പാർട്ടിക്കും ഉള്ളത്. മതേതര ജനാധിപത്യത്തിന്റെ മഹത്തായ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എല്ലാ കാലഘട്ടത്തിലും മുന്നോട്ട് പോകുന്നത്. അതിപ്പോഴും അതെ. അപ്പോൾ ഞങ്ങളുള്ള വേദിയിലാണ് ഇത് പ്രസംഗിച്ചതെന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഞങ്ങൾ പോന്നു കഴിഞ്ഞതിന് ശേഷം ജോസി ബാബു കൂടുതൽ വിവരങ്ങളുമായി. ജോസി, വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശവുമായി ബന്ധപ്പെട്ട ചില ടെക്നിക്കലായ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. അതിനപ്പുറം വെള്ളാപ്പള്ളി നടത്തുന്ന ഈ സ്റ്റേറ്റ്മെന്റ്സിനോട് നയപരമായ വിയോജിപ്പ്, അദ്ദേഹത്തെ വിമർശിക്കാൻ, തള്ളിപ്പറയാൻ ഈ വാർത്താ സമ്മേളനത്തിൽ വാസവൻ തയ്യാറാവുന്നുണ്ടോ? നിഷാദ്, ഈ ഇന്നലെ നടന്ന വിവാദമായ പ്രസംഗവും പരാമർശങ്ങളും ആ സമയത്ത് താൻ വേദിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് കൈകഴുകുകയാണ് മന്ത്രി വി എൻ വാസവൻ. താൻ വേദി വിട്ടിറങ്ങിയ ശേഷമാണ് ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ ഉണ്ടായത്. പിന്നീടാണ് തൻ്റെ കാര്യം, ഈ വിഷയങ്ങൾ തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. CPM സംസ്ഥാന നേതൃത്വം, താൻ ഉൾപ്പെടുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത് സംബന്ധിച്ച് വിശദമായ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. പൂർണ്ണമായും വെള്ളാപ്പള്ളിയുടെ നിലപാടുകളെ തള്ളിക്കളഞ്ഞതാണ്. പാർട്ടിയുടെ നിലപാടാണ് തൻ്റെ നിലപാട് എന്നാണ് മന്ത്രി വി എൻ വാസവൻ പറയുന്നത്. അതിൽ കൂടുതലായി തനിക്കൊന്നും പറയാനില്ല എന്നും മന്ത്രി വി എൻ വാസവൻ പറയുകയുണ്ടായി. പ്രത്യേകിച്ച് നമ്മൾ അദ്ദേഹത്തെ എടുത്ത് ചൂണ്ടിക്കാണിച്ചത് തൊട്ട് തലേ ദിവസം കോട്ടയത്ത് സമാനമായ വിവാദ പ്രസ്താവനകൾ നടത്തിയ ശേഷമാണ് കൊച്ചിയിലും ഈ വിവാദ പ്രസ്താവനകൾ വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചതെന്ന് അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോഴും ആ കാര്യങ്ങളിലൊക്കെ പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. തനിക്ക് അത് തന്നെയാണ് തൻ്റെ നിലപാട് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. താനും ഹൈബിയുടെ അടക്കമുള്ള ആളുകളൊക്കെയും ഈ സമ്മേളന വേദിയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് വെള്ളാപ്പള്ളി പ്രസംഗിച്ചതെന്നും, കൂടാതെ ഒരാളെ ആദരിക്കുന്ന ചടങ്ങിൽ അദ്ദേഹം ആളുകളെ വിമർശിക്കുന്നത് ശരിയല്ല എന്നും മന്ത്രി കൂട്ടിച്ചേർക്കുകയുണ്ടായി. നേരത്തെ നർക്കോട്ടിക് ജിഹാദ് വിവാദമുണ്ടായ സമയത്ത് പാലാ ബിഷപ്പിനെ പണ്ഡിതൻ എന്ന് മന്ത്രി വി എൻ വാസവൻ വിശേഷിപ്പിച്ചത് അന്ന് വലിയ വിവാദമായിരുന്നു, വലിയ ചർച്ചയായിരുന്നു. അക്കാര്യം ഇന്നും മന്ത്രിയുടെ അടുത്ത് നമ്മൾ ഓർമ്മിപ്പിച്ചു. അന്ന് അത്തരത്തിലൊരു പരാമർശം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ അതൊക്കെ അടഞ്ഞ അധ്യായമായിരുന്നു എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. എന്തായാലും മതനിരപേക്ഷ നിലപാടുകളെ ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് ആണ് താൻ വിശ്വസിക്കുന്നത്. അതാണ് CPM-ന്റെ നിലപാട്. അത് തന്നെയാണ് തനിക്ക് മുന്നോട്ട് വെക്കുവാനുള്ളതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കൂടാതെ കാന്തപുരത്തെ നിരന്തരമായി വെള്ളാപ്പള്ളി വേദികളിൽ വിമർശിക്കുന്നതും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കാന്തപുരം എക്കാലവും കാന്തപുരത്തിൻ്റെ നിലപാടുകളെ പിന്തുണയ്ക്കുകയും അദ്ദേഹത്തിന് ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്ന ആളാണ് താൻ. ഏറ്റവും ഒടുവിൽ നിമിഷപ്രിയ വിഷയത്തിലടക്കം കാന്തപുരത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട CPM നേതാക്കളിലും മന്ത്രിമാരിലുള്ള ഒരാളാണ് താൻ. അതുകൊണ്ട് കാന്തപുരത്തിൻ്റെ നിലപാടുകളെയൊന്നും താൻ തള്ളിപ്പറയുന്നില്ല. മതനിരപേക്ഷ നിലപാടുകൾക്കെതിരെ ആര് പ്രതികരിച്ചാലും അത് ശരിയല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി. അതേസമയം ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഈ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താനിരിക്കുന്ന വേദിയിൽ വെള്ളാപ്പള്ളി വർഗീയത പറഞ്ഞില്ല എന്ന സാങ്കേതികത്വം പറഞ്ഞു ഒഴിയുകയാണ്. ഒപ്പം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കുറിപ്പിറക്കിയിട്ടുണ്ടല്ലോ എന്ന ന്യായവുമാണ് വി എൻ വാസവൻ, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, മന്ത്രി, ഈ കാര്യത്തിൽ നൽകുന്ന വിശദീകരണം. ജോസിയാണ് വിവരങ്ങൾ നൽകിയത്.